അപ്പോൾ വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇന്ന് നടന്ന ദേവസ്വം ബോർഡ് LGS എക്സാമിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 0.08% എന്നതിന് തുല്യമായ ഭിന്നസംഖ്യ ഏത്? സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഒരു ശതമാനത്തിലുള്ള ഒരു സംഖ്യയാണ്. അതിനെ ഭിന്നസംഖ്യയായിട്ട് മാറ്റണം. ഒരു ശതമാനത്തെ സാധാരണ ഭിന്നമാക്കി മാറ്റാനായിട്ട് 100 കൊണ്ട് ഹരിക്കണം. അതായത് x% ഈസ് ഈക്വൽ ടു x/100 ആണ്. ഇവിടെ തന്നിട്ടുള്ളത് 0.08% ആണ്. 0.08% ഈസ് ഈക്വൽ ടു 0.08/100 ആണ്. അപ്പോൾ ഇതിൻ്റെ ദശാംശം ഒന്ന് മാറ്റാം. പോയിൻറ്റിന് ശേഷം 2 അക്കമാണുള്ളത്. അപ്പോൾ ഇവിടെ 100 കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഗുണിക്കണം. അപ്പോൾ ഇത് 0.08 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 8/10,000. 8/10,000 ആണ് ആൻസർ, ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ഒരു ബഹുഭുജത്തിന് കുറഞ്ഞത് എത്ര വശങ്ങളുണ്ടാവും? സൊല്യൂഷൻ. ഒരു ബഹുഭുജം എന്ന് വെച്ചാൽ നേർരേഖകളാൽ ബന്ധിക്കപ്പെട്ടതും അടഞ്ഞതുമായ രൂപത്തെയാണ് ബഹുഭുജം എന്ന് വിളിക്കുന്നത്. നേർരേഖ എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ലൈൻസ്. ഇതിന് ഉദാഹരണങ്ങളാണ് ത്രികോണം, ചതുരം, പഞ്ചഭുജം, ഷഡ്ഭുജമൊക്കെ. അപ്പം ചുരുങ്ങിയത് ഒരു 3 വശമെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ ഇതൊരു അടഞ്ഞ രൂപമാകത്തുള്ളൂ. അപ്പം ബഹുഭുജത്തിന് കുറഞ്ഞത് 3 വശങ്ങളെങ്കിലും ഉണ്ടായിരിക്കണം. ആൻസർ ഓപ്ഷൻ സി ആണ്. ചോദ്യം, 7 2/1 ഇൻറ്റു 3 5/1 ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ. 7 2/1 ഇൻറ്റു 3 5/1. അപ്പോൾ ഇത് മിശ്ര ഭിന്നത്തിലാണ് ഉള്ളത്. അതിനെ വിഷമ ഭിന്നമാക്കുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ 7 2/1 വിഷമ ഭിന്നമാക്കുമ്പോൾ 2 7 14 1 15 15/2 ഇൻറ്റു 3 5 15 1 16 16/5 15/2 ഇൻറ്റു 16/5 5 3 15 2 8 16 3 ഇൻറ്റു 8 24 ആണ് ആൻസർ, ഓപ്ഷൻ ഡി. ചോദ്യം, ഒരു എണ്ണൽ സംഖ്യയുടെ 5 മടങ്ങിനേക്കാൾ 8 കൂട്ടിയാൽ 23 കിട്ടും. സംഖ്യ ഏത്? സംഖ്യേനെ x ആയിട്ട് എടുക്കാം. സംഖ്യയുടെ 5 മടങ്ങ് 5x, 8 കൂട്ടിയാൽ അപ്പോൾ 5x പ്ലസ് 8 കൂട്ടിയാൽ 23 കിട്ടും. അപ്പോൾ 5x പ്ലസ് 8 ഈസ് ഈക്വൽ ടു 23. 5x ഈസ് ഈക്വൽ ടു 23 മൈനസ് 8 ഈസ് ഈക്വൽ ടു 15. 5x ഈസ് ഈക്വൽ ടു 15. അപ്പോൾ x ഈസ് ഈക്വൽ ടു 15/5 3 ആണ് സംഖ്യ. ആൻസർ ഓപ്ഷൻ സി. ചോദ്യം, ഒരു സമചതുര കട്ടയ്ക്ക് എത്ര വക്കുകൾ ഉണ്ടാവും? സൊല്യൂഷൻ. ഒരു പ്രിസത്തിൻ്റെ, അതായത് ഒരു സ്തംഭത്തിൻ്റെ വക്കുകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 3n. n നമ്പർ ഓഫ് സൈഡ്സ് ആണ്. അപ്പോൾ ഇവിടെ സമചതുര കട്ടയാണ്. അപ്പോൾ n 4 ആണ്. സമചതുരത്തിന് 4 സൈഡ് ആണുള്ളത്. അപ്പോൾ ഇവിടെ 3 ഇൻറ്റു 4 12 വക്കുകളാണ് ഉള്ളത്. ആൻസർ ഓപ്ഷൻ ഡി. നിങ്ങൾ ഈ ഫോർമുല മാത്രം ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾക്കൊന്ന് മനസ്സിലാകാനായിട്ട് ഞാനൊന്ന് പറയാം. സമചതുര കട്ട എന്ന് വെച്ചാൽ ക്യൂബാണ്. അപ്പോൾ ക്യൂബിൻ്റെ ഷേപ്പ് എല്ലാവർക്കും അറിയാം. ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം.
ഇതാണ് ഒരു ക്യൂബ്. അപ്പോൾ ഇതിൻ്റെ വക്കുകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇതാണ് വക്കുകൾ. ഒന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 12 വക്കുകളാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഫോർമുല മാത്രം പഠിച്ചു വയ്ക്കുക. ഓക്കെ. ചോദ്യം, 5200 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി 10% ലാഭത്തിൽ വിറ്റാൽ വിറ്റ വില എത്ര? സൊല്യൂഷൻ: വാങ്ങിയ വിലയും ലാഭശതമാനവും തന്നാൽ വിറ്റ വില കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് SP = CP × 100 + P% / 100. SP സെല്ലിംഗ് പ്രൈസ് വിറ്റ വില, CP കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില, P% പ്രോഫിറ്റ് പെർസെൻറ്റേജ് ലാഭ ശതമാനം. അപ്പോൾ ഇവിടെ സെല്ലിംഗ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വാങ്ങിയ വില തന്നിട്ടുണ്ട്, കോസ്റ്റ് പ്രൈസ് 5200 രൂപ, പ്രോഫിറ്റ് പെർസെൻറ്റേജ് 10%. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. SP = 5200 × 100 + 10 110 / 100. 52 × 110. 0 ഇട്ടു. 11 × 52. 2 1 2, 5 2 7, 5 1 5. 5720 രൂപയാണ് വിറ്റ വില. ആൻസർ ഓപ്ഷൻ സി. ഇനി ഇത് വേറൊരു രീതിയിൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അതായത് 5200 രൂപയ്ക്ക് വാങ്ങി 10% ലാഭത്തിൽ വിറ്റു. അപ്പോൾ 5200ൻ്റെ 10% ഇതാണ് ലാഭം. 520 രൂപയാണ് ലാഭമുള്ളത്. അപ്പം വിറ്റ വില എന്ന് പറയുമ്പം വാങ്ങിയ വില പ്ലസ് ലാഭം 5200 + 520 5720. ചോദ്യം, 10% സാധാരണ പലിശ നിരക്കിൽ എത്ര വർഷം കൊണ്ട് ഒരു തുക അതിൻ്റെ ഇരട്ടിയാവും? സൊല്യൂഷൻ: ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നമ്പർ ഓഫ് ഇയേഴ്സ് n = times -1 × 100 / rate. n നമ്പർ ഓഫ് ഇയേഴ്സ് വർഷം, ടൈംസ് എന്ന് വെച്ചാൽ മടങ്ങുകൾ, റേറ്റ് നിരക്ക്. അപ്പോൾ ഇവിടെ n ആണ് കണ്ടുപിടിക്കേണ്ടത്. വർഷം, ടൈംസ് മടങ്ങ് തന്നിട്ടുണ്ട്. ഇരട്ടി എന്ന് പറയുമ്പം ടൈംസ് 2 റേറ്റ് പലിശ നിരക്ക് 10%. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്പർ ഓഫ് ഇയേഴ്സ് n = times -1 2 - 1 × 100 / rate 10. 2 - 1 1 × 10 10. 10 വർഷമാണ് ആൻസർ. ഓപ്ഷൻ എ. എത്ര മടങ്ങാണേലും ഈ ഫോർമുല യൂസ് ചെയ്ത് സിമ്പിൾ ഇൻട്രസ്റ്റിൽ വർഷം കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത ചോദ്യം, 1 - 1 1 - 1 എക്സെട്ര എന്ന ശ്രേണിയിലെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക. സൊല്യൂഷൻ: സീരീസ് ഇതാണ് 1 - 1 1 - 1. ഇങ്ങനെയാണ് ഈ സീരീസ് ഉള്ളത്. ആദ്യത്തെ 20 പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 10 വണ്ണുകളും ഉണ്ട്, 10 മൈനസ് വണ്ണുകളും ഉണ്ട്. 1 - 1 1 - 1 ഇങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ ഇവിടെ 20 പദങ്ങളാവുമ്പം
10 വണ്ണുകളും ഉണ്ട്, 10 മൈനസ് വണ്ണുകളും ഉണ്ട്. 10 വണ്ണുകൾ ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടും, 10 മൈനസ് വണ്ണുകൾ ആഡ് ചെയ്യുമ്പോൾ -10 കിട്ടും. അപ്പോൾ 10 പ്ലസ് -10, 10 പ്ലസ് -10 0 ആണ്. ആൻസർ ഓപ്ഷൻ സി. ചോദ്യം 8,20,118 എന്നതിൻ്റെ 0ൻ്റെ സ്ഥാനവില എന്ത്? സൊല്യൂഷൻ 8,20,118. ഇതിലെ 0ൻ്റെ സ്ഥാനവിലയാണ് കണ്ടുപിടിക്കേണ്ടത്. സ്ഥാനവില നിർണ്ണയിക്കുന്നത് വലതുവശത്ത് നിന്ന് തുടങ്ങിയാണ്. അപ്പോൾ ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 8 ആണുള്ളത്, 10ൻ്റെ സ്ഥാനത്ത് 1 ആണ്, 100ൻ്റെ സ്ഥാനത്ത് 1 ആണ്, 1000ൻ്റെ സ്ഥാനത്ത് 0 ആണ്, 10,000ൻ്റെ സ്ഥാനത്ത് 2 ആണ്, ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് 8 ആണ്. ചോദ്യം ഇതാണ്, 0ൻ്റെ സ്ഥാനവില. 0ൻ്റെ സ്ഥാനവില ഇവിടെ 1000 ആണ്. ആൻസർ ഓപ്ഷൻ എ 1000. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 10 സെൻറ്റിമീറ്റർ വ്യാസമുള്ള വൃത്തത്തിൻ്റെ ചുറ്റളവ്. സൊല്യൂഷൻ വൃത്തത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ചുറ്റളവ് പെരിമീറ്റർ പി = 2πr. 6 റേഡിയസ് ആരം. അപ്പോൾ ഇവിടെ വ്യാസമാണ് തന്നിട്ടുള്ളത്. വ്യാസം 10 സെൻറ്റിമീറ്റർ, വ്യാസം ഡയമീറ്റർ, റേഡിയസ് r = d/2 ആണ്. ഡയമീറ്ററിൻ്റെ പകുതിയാണ് റേഡിയസ്. അപ്പോൾ ഇവിടെ d 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ റേഡിയസ് r = 10/2, 5 സെൻറ്റിമീറ്റർ ആണ്. പെരിമീറ്റർ പി = 2π × r 5 ആണ്. 10 π സെൻറ്റിമീറ്റർ ആണ് ചുറ്റളവ്. ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ, നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്